Okay. 4 official wives, 40 concubines. 4 official wives. Just one king. This One is bedroom kings. Yes. You know, my grandfather have 4 wives. Same like king. Guys, നമ്മളെ ഈ ചാനൽ 1 million ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ 5000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരും. അപ്പം എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നറാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സമ്മാനമാണ്. സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ഇടുക. സലാം ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഞാനുള്ളത് നമ്മളെ സെൻട്രൽ ഏഷ്യയിലെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. അവിടെ കിവി എന്ന് പറയുന്ന ഒരു പഴയ ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഗ്രാമം, ടൗണ്, ഞാൻ എന്ത് വേണേൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. ഈ ടൗണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധാരണ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. അയാൾ പിന്നീട് പുണ്യപുരുഷനായിട്ട് മാറി. ആ ഒരു കഥ പറയാൻ. സോ അയാളെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അയാളെ മക്ബറയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പുള്ളി എങ്ങനെയാണ് പുണ്യപുരുഷനായ കഥ എന്നൊക്കെ പറയാം. ആദ്യം തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ആചാരമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്നത്, ഇതിപ്പോൾ ഞാനും എൻ്റെ ഒരു വൈഫും പുതിയതായിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ നഗരത്തിലുള്ള കിവി എന്ന് പറയുന്ന നഗരത്തിലുള്ള ആൾക്കാർ ഫസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് മാത്രമേ അവരെ ലൈഫ് ആരംഭിക്കുകയുള്ളൂ. ഉള്ളിൽ കയറിയിട്ട് എൻ്റെ കഥ വിശേഷമായി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൊട്ടിച്ചേനെ. പുള്ളീൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സാധാരണക്കാരനായിരുന്നു, പക്ഷെ ഭയങ്കര അറിവായിരുന്നു, പണ്ഡിതനായിരുന്നു പണ്ട് മുതലേ പുള്ളി. അതിനുശേഷം പുള്ളി ഒരു ഗുസ്തിക്കാരനായിട്ട് മാറി. അതായത് ഭയങ്കര ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പുള്ളിക്കാരൻ. അതിനുശേഷം പുള്ളി സംഭവിച്ചത് എന്താണെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നും. പുള്ളി അതിനുശേഷം ഇവിടെ ഇതേപോലത്തെ തൊപ്പി വിറ്റ് നടന്നുകൊണ്ടിരുന്ന ആളായിരുന്നു പുള്ളി. പക്ഷെ പുള്ളീൻ്റെ കഴിവും പുള്ളീൻ്റെ അറിവെല്ലാം കണ്ടിട്ട് ഇവിടുത്തെ രാജാവ് പുള്ളി മരിച്ചതിന് ശേഷം, അതായത് അതിൻ്റെ മുന്നേ തന്നെ പുള്ളീൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കഴിവ് കാരണം ഈ കിവ് എന്ന നഗരത്തിൻ്റെ രക്ഷകനായിട്ട് പുള്ളീനെ ആദ്യമേ ഇവിടുത്തെ നാട്ടുകാരിങ്ങനെ കണ്ടായിരുന്നു. അതായത് നമ്മളെ വിജയ് അണ്ണല്ലേ, അതുപോലെയായിരുന്നു പുള്ളി ഇവിടുത്തെ രക്ഷകൻ, ദ റിയൽ രക്ഷകൻ. അതുപോലെയായിരുന്നു ഈ ഏരിയ മൊത്തം പുള്ളീനെ കണ്ടത്. ഭയങ്കര പുള്ളീനെ ഒരു ബഹുമാനത്തോടൊക്കെ കണ്ട് അതിനുശേഷം വന്ന രാജാവ് പുള്ളീൻ്റെ മരണശേഷം പുള്ളീനെ ഒരു പുണ്യപുരുഷനായിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ കല്യാണം കഴിച്ച പുതിയ കപ്പിൾസ് ആദ്യം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടോ. ഇതാണ് പുള്ളീൻ്റെ മക്ബറ. വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ. കല്യാണം കഴിച്ചാൽ ആദ്യം നമ്മൾ ഇവിടെ വരണം. ഈ കിവി എന്ന് പറഞ്ഞ നഗരത്തിലുള്ള എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരെ ലൈഫൊക്കെ ആരംഭിക്കുക. സോ ഇതാണ് പുള്ളീൻ്റെ സ്റ്റോറി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഓരോ കാഴ്ചകളും ഇവിടുത്തെ ഓരോ നമുക്ക് കേട്ടാൽ കെട്ടുകഥയായിട്ട് തോന്നും, പക്ഷേ ഇത് റിയൽ സ്റ്റോറീസാണ്. എല്ലാം നമുക്കിങ്ങനെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നടക്കാം. അപ്പം നമ്മളിതാ എൻ്റെ ഫയൽമാൻ്റെ ആ ഒരു മക്ബറ ഏരിയയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കുറേ ചരിത്രങ്ങളും ഹിസ്റ്ററികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഗൈഡിനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. Assalamu alaikum. ഓക്കെ. Odil John. ഓദിൽ ജോൺ. ഓദിൽ ജോൺ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നാട്ടോ അതിൻ്റെ അർത്ഥം. ഗൈഡ് ദാ English you speak? English is not either. English? Speak English. I speak English. Then come on. അപ്പം ഇത് ഞാൻ കേരളത്തിൽ നിന്ന് ഇറക്കിയാണ്. മലയാളം സംസാരിക്കൂലേ. അപ്പോൾ ഓന് ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി എന്നെക്കായിട്ട് ബെറ്റർ ആയിട്ട് അറിയാം. അപ്പോൾ ഓൻ ഓരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ വരും. ഇതാ ഈ തൊപ്പിക്ക് ഒരു കഥ ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു കഥ ഉണ്ട്. ഇവിടെ എല്ലാം ഉസ്ബക്ക് എന്ന് പറയുന്നത് കൾച്ചറലി റിച്ച് ആണ്. ഇവർക്ക് പ്രത്യേക ഇവരുടേതായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ പെഹൽവാൻ മഹ്മൂദ് ഒരു പണ്ട് ഗുസ്തിക്കാരനായിരുന്നു. പിന്നെ വലിയൊരു മതപണ്ഡിതൻ, ഒരു ഫിലോസഫർ, അങ്ങനെ ആയിപ്പോയ ആളാണ്. ഇവരാചാരപ്രകാരം ഇവിടെ കല്യാണം കഴിഞ്ഞാല് മൂപ്പരടുത്ത് വരാം, അവിടുന്ന് പ്രാർത്ഥിക്കുക. അവിടുന്നാണ് ഇവരെ കുടുംബജീവിതം തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാല്
ഈ സാധനം എന്ത് ചെയ്യണോ, രണ്ടാഴ്ച ഇതുപോലെ തലയിൽ തന്നെ ഉണ്ടോ. ഇത് പെണ്ണിന്റെ ആണെന്റെ പെണ്ണിന്റെ തലയില് 2 ആഴ്ച ഇതുപോലെ തലയിലുണ്ടോ. അപ്പൊ മനസ്സിലാക്കാ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്ന്. ഓഹോ, ഇത് വെച്ചെടുത്ത എന്താ കിട്ടും അപ്പൊ നമ്മള്? ഇല്ലല്ല, ഒരു ബഹുമാനം കിട്ടും. അത്രേ ഉള്ളൂ. ഫ്രഷ്ലി മാരീഡ് കപ്പിൾസ് ആ സെറ്റപ്പ് വരും. അപ്പം കിവിയിൽ ആരെങ്കിലും ഇത് 2 ആഴ്ച ഇട്ടെടുക്കണമെന്നെങ്കിൽ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അയച്ചു വെക്കണം എന്നുള്ള ആചാരം ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. India, da? Хорошо. Студент? Da. Ташкентте? Bukhara. Бухара. Med. Medical, da. Tibiot. Тибият. Tibiat медик. Medic. Yaxshi sağ bolun. Sağ bolun. റഹ്മത്ത്. ഇവിടെ വരെ എന്ത് പറഞ്ഞാലും അടുത്ത റഹ്മത്ത്. താങ്ക് യു അല്ലേ. റഹ്മത്ത്. എന്താ ഒരു കഥ കൂടി പറയാം. ഇത് ഒട്ടകത്തിന്റെ തൊലി വെച്ചുണ്ടാക്കിയ സാധനമാണ്. ഇത് എന്താ തെർമൽസ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നല്ല ചൂടും തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പാണ്. ഇപ്പോഴൊക്കെ നല്ല തണുപ്പുണ്ട്. നോക്കണ്ട കയ്യൊക്കെ ശരി, തണുപ്പുണ്ട്. പൊടി ചോപ്പല്ലായിക്ക്. അപ്പൊ അതിനെ പ്രതിരോധിക്കാന് ഉള്ള സെറ്റപ്പാണിത്. വലിയ വിലയില്ല, 400 റുപ്യ ഉള്ളൂ. 400 ഇതെല്ലാം ഒട്ടകത്തിന്റെ തൊലി വെച്ചുണ്ടാക്കിയ ഒറിജിനൽ സാധനമാണ്. അത് ഇവിടെ വന്ന ബാർഗെയിൻ ചെയ്യുന്നത് നല്ലതല്ലേ? ഇവിടെ വന്നാല് എന്ത് സാധനം ബാർഗെയിൻ ചെയ്താല് പകുതി വില പറയും. ഉറപ്പാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ചെറിയൊരു റിസ്ക് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് ഇതാ ഒരു മിനാരം, വലിയൊരു ടവർ. ഈ ടവറിന്റെ പേര് ഇതിന്റെ പേരാണ് ഇസ്ലാം ഓജ. ഇസ്ലാം ഹോജ മിനാർ. അത് ശരി. ഇവിടുത്തെ പഴയൊരു രാജാവ് ഉണ്ടായിരുന്നു, പുള്ളി നിർമ്മിച്ചതാണ്. പുള്ളി ഇവിടെ മൊത്തം 3 മിനാരല്ലേ ഉണ്ടാക്കാൻ ശ്രമിച്ച്. അതിൽ ഇത് 50 മീറ്ററിന്റെ അല്ലേ, 57 മീറ്ററിന്റെ ഒരു മിനാരാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു മിനാരം ഉണ്ടാക്കാൻ പുള്ളി ശ്രമിച്ചു. അപ്പത്തിനും പുള്ളി മരിച്ചുപോയി. അതിനുശേഷം അതിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല. നമുക്ക് പോണ വഴിക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ മേലെ കയറിയിട്ട് ഈ സിറ്റി അല്ലല്ലോ, ടൗൺ എന്ന് പറഞ്ഞാൽ പോരെ, ടൗണിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇത് മദ്രസ. പിന്നെ ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ഈ കാര്യമുണ്ട് ഗൈസ്. അതായത് മലയാളികൾ ഇന്ത്യക്കാരൊക്കെ അറിയേണ്ട കേസ്, ഇതൊരു മുസ്ലിം കൺട്രിയാണ്. 98% മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇവിടെ മദ്രസ 18 വയസ്സായതിനു ശേഷം മദ്രസയിൽ പോകാൻ പറ്റും അല്ലേ? നമ്മളെ നാട്ടിൽ നമ്മൾ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളെ മദ്രസയിൽ വിടുമല്ലോ. മുസ്ലിം രാജ്യത്ത് അത് പറ്റൂല. അതായത് 18 വയസ്സ് വരെ വീട്ടിലിരുന്നിട്ട് വേണേൽ മദ്രസ പഠിക്കാം. മതം നിങ്ങൾക്ക് ഖുർആൻ പഠിക്കണേ, എന്ത് പഠിക്കണമെങ്കിൽ പുരയിലിരുന്നിട്ട്. അതിനുശേഷം 18 വയസ്സായതിന് അവൻ്റെ ചോയ്സാണ്. വീട്ടുകാരുടെ ചോയ്സാണോ? അവരുടെ ചോയ്സ്. അസ്സലാമു അലൈക്കും. حبيب അൽഹംദുലില്ലാ. ഇതിന്റെ ഉള്ളിൽ കയറണേ ഭയങ്കര മ്യൂട്ടല്ലോ പഠിച്ചോണേ. അപ്പൊ ഇവിടുത്തെ കാര്യം കേട്ടില്ലേ? അതായത് നമ്മളെ നാട്ടിലത്തെ പിന്നെ മതപരമായിട്ട് നോക്കുമ്പോൾ ഇവിടെ വേറെ കൾച്ചറാണ്, നമ്മളെ നാട്ടിൽ വേറെ കൾച്ചറാണ്. ഇവിടെ 18 വയസ്സായിട്ട് അവന് തോന്നുമെങ്കിൽ മാത്രം മതം പഠിപ്പിച്ചാൽ മതി, മതം പഠിക്കാൻ പോയാൽ മതി. പക്ഷേ നോർമലി ഇവിടുത്തെ വീട്ടുകാർ, അവൻ്റെ പേരൻസ് അവനെ വീട്ടിലിരുത്തിട്ട് ഖുർആനും കാര്യങ്ങളും എങ്ങനെ നിസ്കരിക്കാനും എല്ലാം പഠിപ്പിക്കും കേട്ടോ. ഗൈഡ് തടിയല്ല, പദം വരൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാനല്ലോ. ഓ, അതായത് ഈ ടവറിന്റെ കാര്യം പറയുമ്പോൾ ഒരു കഥ കൂടി പറയാണ്ട്. തീരൂ. അത് മറ്റേ പരിപാടി അതിവിടെ ഉണ്ടല്ലേ. ഐ ലവ് അശ്വതി അച്ചു
N+P അതിവിടെ ഉണ്ടല്ലേ. മറ്റേ ആർട്ട്. അതായത് ഈ ടവറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ടവർ ഉണ്ടാക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണത്തിനാണ്. ഒന്ന് രാജഭരണമായിരുന്നു. അതുപോലെ ഇവിടെ വലിയ അടിമ ചന്തകളുണ്ടായിരുന്നു. അപ്പോൾ അടിമ ചന്തകളിൽ നമ്മൾ പറഞ്ഞ രാജാവ് പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ, എന്തെങ്കിലും കുറ്റം ചെയ്യുന്നവരൊക്കെ രാജാവിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടവറിന് ഏറ്റവും മേലെ കൊണ്ടുവരും, എന്നിട്ട് തള്ളിയിടും, എന്നിട്ട് കൊല്ലും. ഒരു സ്പെഷ്യൽ മനുഷ്യനായിരുന്നു അല്ലേ? ഓ, അത് ഇവിടെ നല്ല ബുഹാറയിലാണെങ്കിലും ഇതേപോലെ ഒരു ടവർ ഉണ്ട്, കലോൺ മിനാരത്ത്. ഇംഗ്ലീഷിൽ പറയുന്നത് ടവർ ഓഫ് ഡെത്ത്. മേലെ കൊണ്ടുവരാ, തള്ളിയിട, കൊല്ലുക, കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ. ചത്തിക്കില്ലെങ്കിൽ എന്തായാലും ചാവും. എന്തായാലും ചാവല്ലേ? എന്തായാലും ചാവും. അതൊക്കെ ചത്തിട്ടില്ലെങ്കിൽ ചാവൂല. അങ്ങനെയാണ് കേട്ടോ. അതായത് പണ്ട് കുറേ ഡെത്തും ഇതിലൂടെയൊക്കെ പോയി മേലെ നിന്ന് മരിച്ച എത്ര ആൾക്കാരുണ്ടാവും. ആയിക്കൂടെ നമ്മൾ നടക്കണേ ഒരു ഹിസ്റ്ററി. ഇത് മരമാണ്, ബാക്കിയെല്ലാം കല്ല്, ഇഷ്ടിക അങ്ങനെയാണ് ഉണ്ടാക്കിയല്ലേ. ഹബീബ് ചാമ്പ്യൻ തോറ്റുപോയിക്കണപ്പോ. ഇനിയൊരു അന്ത്യമല്ലേ? ഓയ് ഓ, ആണോ? എത്തിയോ? ഉമ്മ, എൻ്റെ കാല് സീരിയസ്ലി ഞാൻ ചത്ത്. മേലെ എത്തിയപ്പം ഭയങ്കര തണുപ്പ്. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എന്താ കിവ ടൗണ് മൊത്തം അങ്ങ് കാണാം കേട്ടോ. ഓക്കെ, അടിപൊളി, എല്ലാവരും ചളി കളറ്. ഓക്കെ, ഇത് 2 വട്ടം കയറി ഇറങ്ങിയുണ്ടല്ലോ നമ്മൾ സെറ്റാ. അതേ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് പോയണ്ടല്ലോ, ബൂം. ഈ സൈഡ് നോക്ക്. ഇവിടെയാണ് കേട്ടോ പള്ളിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ പോയ മറ്റേ ഫഹൽമാൻ്റെ പള്ളിയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓ, അതാ പണി തീരാത്ത മിനാരം ആ കാണുന്നതാണ്. പിന്നെ ഇവിടെ വേറൊരു മിനാരമുണ്ട്. ഇതോടുകൂടി മിനാരം കയറൽ നിർത്തിയിരിക്കുകയാണ്. കറക്റ്റ് കാണും. ഈ ഒരു 6 മതിലേ ഉണ്ടോ? അതൊരു കോട്ടല്ലേ? ഇത് ഈ മതിലിന്റെ ഉള്ളിലുള്ളത് രാജാവിന്റെ ഇച്ചങ്കാല, അതായത് രാജാവിന്റെ സ്ഥലം. ഇത് പറഞ്ഞാല് ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ ഫസ്റ്റ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഉസ്ബെക്കിസ്ഥാനിൽ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് 1991 യുനെസ്കോന്റെ അണ്ടറിൽ ഫസ്റ്റ് വന്നത് ഈ സിറ്റിയാണ്. ഇതിന്റെ ഉള്ളിലുള്ളത് പക്ക പ്രിസർവ്ഡ് ആയിട്ട് പണ്ട് എങ്ങനെയാണോ, അതായത് 6-ാം നൂറ്റാണ്ടില് ഫൗണ്ട് ചെയ്ത സ്ഥലമാണ്. എങ്ങനെയാണോ മാക്സിമം അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ച സ്ഥലമാണ്. അത് അടിപൊളിയായിട്ടോ. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു മതിൽ, ഇങ്ങനെ ഒരു കോട്ട മതിൽ. അതിൻ്റെ ഉള്ളിൽ രാജാവിൻ്റെ സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് രാജാവിൻ്റെ സ്ഥലം തന്നെയാണ്, പക്ഷെ സാധാരണ ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇവിടെ ലോക്കൽസിലൊന്നും കയറാൻ പാടില്ലായിരുന്നു, രാജഭരണല്ലേ. ഒരു 100 വർഷം മുന്നേക്കാണെങ്കിൽ നമ്മളൊക്കെ ആ ഗേറ്റിന്റെ, നമ്മളല്ല 2017 വരെ ഇത് ലോക്കഡ് കൺട്രി ആയിരുന്നു. അന്ന് ആർക്കും പറ്റില്ല. അതായത് 2017 3 കൊല്ലം മുന്നെയാണ് പിന്നെ പബ്ലിക്കലി ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ ഗവൺമെന്റ് അപ്രൂവൽ നൽകിയത്. അതുവരെ അന്ന് പാടില്ലേനു ഇവിടെ. ഇവിടെ ഫേമസ് ആയിട്ട് പറഞ്ഞാല് ഇവിടെ സ്ലേവ് മാർക്കറ്റ്, അടിമച്ചന്ത അല്ലേ? അടിമച്ചന്ത. അതൊക്കെ ചിലപ്പോ നമുക്ക് വരാൻ പറ്റിയിരിക്കും. കുറച്ചൊന്ന് 100 വർഷം മുന്നാണെങ്കിൽ ഇനി അടിമയായിട്ട് ഇവിടെ വന്നാലേ ഉണ്ടാവും. ഇവിടെ ഈ മെയിൻ ആയിട്ട് പേർഷ്യൻ അടിമകളും പിന്നെ റഷ്യൻ അടിമകളാണ്. റഷ്യൻ അടിമകളുണ്ട്. ഇത് ഇവരെ ഇവിടെ കൊണ്ടുവരാ, പിന്നെ കുറെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വിൽക്കാം. നല്ലതിനെ നോക്കിട്ട് കൂടുതൽ പൈസ. കളി മീൻസ് പോലെ ഫിസിക്കൽ ആയിട്ടുള്ള എത്ര സ്ട്രെങ്ത് ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലേ? ആണുങ്ങൾ മാത്രം? ആണുങ്ങളേക്ക് മെയിനായിട്ട് ഉണ്ടാവും, പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ കഥ കേട്ടില്ലേ? നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതാട്ടോ മിനാരം. താഴെ ഇറങ്ങിക്ക് പോയി കളി പോയി. ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യാത്ര. അപ്പത്തിന് വടിയായി.
മൊത്തം 116 സ്റ്റെപ്പ് ഉണ്ട്, 57 അടി. ഇവരെ എണ്ണീറ്റ് ഇറങ്ങിയ കേട്ടോ രണ്ടാളെ കൂടിയും. ഇവരെ ആരാന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കണ സ്റ്റുഡൻസാണ്. ഇവൻ ജൂനിയർ, ഇവൻ സീനിയർ, ഇവൻ 5th ഇയർ, ലാസ്റ്റ് ഇയർ. ഓക്കെ, അതന്നെ. ഇവരെ പേരൊക്കെ അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുക. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എത്ര പോയിന്റ് കാണാണ്ട് നമുക്കിവിടെ? ഏകദേശം 19 മ്യൂസിയം വരുന്നുണ്ട്. 19 മ്യൂസിയം ഒക്കെ കാണാണ്ട്. അത് കണ്ടിട്ട് നമ്മൾ തീരൂല. അപ്പോൾ കാണാൻ പറ്റുന്ന മേജറായിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം കണ്ടു തീർക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഇതാണ് കൽത്ത. കൽത്ത എന്ന് പറഞ്ഞാൽ ഷോട്ട്. ഇത് രാജാവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പകുതിയായപ്പം പുള്ളി മരിച്ചു പോയതേനു. അതിനുശേഷം കൊന്നതാ. അപ്പോൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇതാരും പൂർത്തിയാക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. ഇതിൽ ശ്വാസം വലിച്ച് എല്ലാം മറുകയായതിനും മേലെത്തുന്നതിനും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ജുമാ മസ്ജിദ് ഉണ്ട്. അതായത് ആ ജുമാ മസ്ജിദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 212 തൂണുകളുണ്ട്. അതും 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ തൂണുകൾ. സിംഗിൾ വുഡ് തൂണ്. അതായത് ഒറ്റ ഇവിടുത്തെ മരങ്ങളൊന്നും കൂടുതൽ ഹൈറ്റിൽ വളരൂല. ഇതിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഒറ്റത്തടി ഹൈറ്റില് തൂണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇതാ ഫുൾ ഹബീബ്. അവരൊക്കെ പോലീസുകാരാണല്ലോ. ഇവിടെ രാജാവുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ തൊപ്പി വാങ്ങാൻ, അതായത് സുവനീഴ്സ് വാങ്ങാൻ ഏറ്റവും നല്ല സ്ഥലം കീവാണ്. കാരണം ഇവിടെ വളരെ ചീപ്പാണ് കേട്ടോ പ്രൊഡക്റ്റിനൊക്കെ. ഇത് നമ്മൾ തഷ്കന്തിലോ സമർഖണ്ഡിലോ വില വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം സോമു പറയും. അത് നാട്ടിലത്തെ ഒരു 3000-3500 രൂപ. പക്ഷേ ഇവിടെ ഇത് 950 റുപ്യക്കാണ് കിട്ടിയത്. 1.5 ബാർഗെയിനിങ്. ഓക്കെ, പിന്നെ റഷ്യൻ അറിയുന്ന ആരെങ്കിലും ഉസ്ബെക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ വേണം. എന്നാലാണ് ആ ബാർഗെയിനിങ് പവറുണ്ട്. പിന്നെ നിങ്ങളെ ചിരി. പിന്നെ ഏറ്റവും നല്ലത് എന്താ അറിയാം? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഇതെല്ലാം ട്രിക്കാണ്. നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കുറയ്ക്കും ഇവിടെ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് കീച്ചിട്ട് ഇത് മേടിച്ച് എടുത്തോളി, എന്നാൽ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇനി ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി പോകാം. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കിട്ടും ഇതുപോലെ സുവനീഴ്സിൻ്റെ ഷോപ്പ്. ഇവിടെ അങ്ങനെ അത്ര പറ്റിക്കലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ അറിയാം, ഇത് പുതിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവർ പറ്റിക്കാനുള്ള ആ ലെവലിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ വന്ന് തുടങ്ങുകയുള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ. എങ്ങനെയാണ് പറ്റിക്കുക എന്നുള്ളത് പഠിച്ചു വരുന്നേ ഉള്ളൂ. 2 അമ്പുള്ള ഒട്ടകമൊക്കെ ഉണ്ട്. 2 അമ്പുള്ള ഒട്ടകോ? കൊള്ളാലോ അത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? എല്ലായിടത്തും സ്ത്രീകളാണല്ലേ മെയിനായിട്ട്. അതിന് ലാമ എന്നാ പറയാ. ലാമ ഒട്ടകല്ലേ? അതിന് ഒട്ടകാണ്. 2 അമ്പുള്ളതിന് ഇവിടെ ലാമ എന്നാ പറയാ. ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അതാണ് ഒരു ലക്ഷ്യം. ഈ തൊപ്പി എങ്ങനെയുണ്ട് ഗൈസ്? അഭിപ്രായം പറയണേ. അപ്പം ജുമാ മസ്ജിദ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു സെറ്റപ്പ് ഒന്നും വിചാരിക്കരുത്. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ജുമാ മസ്ജിദാണ്. അപ്പം കയറുമ്പോൾ തന്നെയുള്ള ഡോറ് കണ്ടാലുള്ള മനസ്സിലാവും ഫുള്ള് ചരിത്രങ്ങളാണ്. അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ല, അത് മാറ്റിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം. ഇതാ നമ്മൾ ഉള്ളോട്ട് കയറുകയാണ്. അതായത് ഇവിടെ 212 തൂണുകളുണ്ട് പറഞ്ഞില്ലേ? അതിൽ 6 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ. 6-ാം നൂറ്റാണ്ടിൽ അന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പള്ളി ചെറുത്, അത്ര വലിപ്പമുള്ളൂ. ഞാൻ കാണുന്ന ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. പിന്നെയാണിത് 10-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. ഒന്നും കൂടി വലുതാക്കി. അപ്പോൾ 212 212. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് 6-ാം നൂറ്റാണ്ടിലുള്ള ഇതില്ലേ? അമ്മോ, ഈ 6-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷം മുന്നേ? 1 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമല്ലേ? 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര 21-ാം നൂറ്റാണ്ടിലല്ലേ? 21-ലല്ലേ? കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് സാധനം ജഗജില്ലി സാധനം കേട്ടോ. പഴയ കൊത്തുപണി വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ പോയില്ല, തേഞ്ഞൊക്കെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ യുദ്ധങ്ങൾ കണ്ട് കുറേ പ്രശ്നങ്ങൾ. രസമല്ലേ തോന്നി? അല്ല, അപ്പോൾ ഇവിടെ നിസ്കാരം നടക്കലുണ്ടോ ജുമാക്ക്? പിന്നെ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് എന്താ? അല്ല, ഈ സ്ഥലത്തല്ല, അവിടെ ഉണ്ടോ? ഓക്കെ ഇത് കേട്ടോ. അതായത് ഇവിടെ വരെ ടൂറിസ്റ്റുകൾക്ക് ചെരുപ്പിട്ട് നടക്കാനും അതിനൊക്കെ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് കയറാം കേട്ടോ.
ഇതൊക്കെ പിന്നെ ഒറ്റ വുഡാണ്. ഈ മൊത്തം ഉസ്ബെക്കിസ്ഥാനിൽ വലിയ ഹൈറ്റിൽ മരം വളരൂല. ഇതൊക്കെ പുറത്തുനിന്ന് ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ആ തണുപ്പായാൽ വളരൂല. അപ്പോൾ ഈ ഒരു ലെവലിൽ മാത്രമേ ഇത് വളരുള്ളൂ. ഇത്ര ഹൈറ്റൊക്കെ വേണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരണം. അതൊക്കെ ഒരു പുതിയ അറിവാട്ടോ. ഇവിടെ എങ്ങനെ ഉണ്ടോ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ അടുത്ത് കയറാൻ പാടുള്ളൂ? ഇല്ല, അതൊക്കെ നമ്മളെ നാട്ടിലാണ്. ടൂറിസ്റ്റ് എല്ലായിടത്തും ഇപ്പോൾ ദുബായിലാണെങ്കിലും ഷെയ്ഖ് സായിദ് പള്ളി, അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിലൊക്കെ കയറാം. നമ്മളെ കേരളത്തിൽ കേട്ടോ, അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ മറ്റേ ഇതാക്കും. ഇതെന്താ? അടുപ്പല്ല, ഇത് നേർച്ചിടുന്ന സ്ഥലം. പൈസ ഓക്കെ, എല്ലാവരും പൈസ ഇട്ടിട്ട് ഇതൊക്കെ പോന്നു. ഖുർആനെല്ലാം ഉണ്ട്. ഇത് പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ. നമ്മളെപ്പോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, ക്യാമറയിലായിട്ട് നിൽക്കുന്നു. പള്ളീൻ്റെ ഉള്ളിൽ നോക്കി നിങ്ങൾ ഫ്ലവറൊക്കെ എല്ലാം വെച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിക്കുന്നു കേട്ടോ. ഈ ഫ്ലവേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല, ഫ്ലവേഴ്സ് ആയത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു നട്ട് പിടിപ്പിക്കുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഗൈസ്, ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരു വീഡിയോ അല്ല 10 വീഡിയോ കഴിഞ്ഞാലും തീരത്തില്ല. പിന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് മിസ്റ്റേക്ക് പറ്റാം. നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തതും ഇവിടുത്തെ ലോക്കൽസിനോടൊക്കെ ചോദിച്ചിട്ട് കിട്ടുന്ന അറിവാണ്. അപ്പം തെറ്റുകൾ പറ്റിയാൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്? ഇതാണ് ആമീൻ ഖാൻ. അതായത് ഇവിടുത്തെ ഈ പകുതി പണിത മിനാരുണ്ടല്ലോ, മൂപ്പര മ്യൂസിയം ആണിത്. ഓക്കെ, മരിച്ചുപോയ രാജാവിൻ്റെ. ഇത് പറഞ്ഞാല് നമ്മൾ ഈ ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരൊക്കെ മുന്നേ ഉള്ള സയന്റിസ്റ്റ്, ഫിലാന്ത്രോപിസ്റ്റ്, നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അലി അബിസീന, അലി അബൂബിൻ സീന, പിന്നെ ഉലുബെക്ക്, ബിറൂണി, അങ്ങനെ പഴയ ഇവരൊക്കെ മുന്നുള്ള സയന്റിസ്റ്റുമാരും ശാസ്ത്രജ്ഞന്മാരും ഇവരൊക്കെ കുറിച്ചുള്ള സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആണിത്. ഓക്കെ. ഡോക്യുമെന്ററി, പക്ഷെ നമ്മളെ ഭാഷയിലല്ല, ഇവരെ ഭാഷയിലാണ്. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഓരോ ആൾക്കാരെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള അബു റൈഹാൻ ബെറൂണി. ബെറൂണി എന്ന് പറഞ്ഞാൽ വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്, ഒരു പോയറ്റും കൂടിയാണ്. അങ്ങനെ ഓരോ ആൾക്കാരെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഓ പുള്ളിയാണല്ലേ. ഇതായിരുന്ന രാജാവ്? മോഡേൺ മെഡിസിൻ, സർജറി കാര്യങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത് മൂപ്പരാണ്. മൂപ്പരാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, ഇത് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ ആയിരുന്നു അയാളെ മുഖമൊക്കെ പറയപ്പെടുന്നത്. ഓ, പണ്ടത്തെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആട്ടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കത്തി കോടാരൊക്കെയാണോ? ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ വന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തൊക്കെയാന്ന് മനസ്സിലാകുന്ന നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പൊ ഉള്ള നിലവിലുള്ള സാധനങ്ങളാണ്, പക്ഷെ ഇപ്പൊ ഉള്ളത് ഒന്നുകൂടി മോഡേൺ ആണ്. ഇതിപ്പോ എന്താ മോഡേണിൽ? ഇതിപ്പോ എന്താ പറയുക? സ്കാൽപ്പ്, ഫോർസെപ്സ്, ഇതെല്ലാം സർജറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കയ്യിലെല്ലാം ഉണ്ടല്ലോ, ഇതിങ്ങനെ ചോര ഇങ്ങനെ എടുത്തി. എടാ, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എത്തിയാന്ന്. പണ്ട് ഇങ്ങനെയൊക്കെയാണ് മുറിച്ച്. പണ്ട് അനസ്തീഷ്യ പോലും ഇല്ലാണ്ട് സഹിക്കാം. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ, ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ. കാരണം ഇത് പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ എത്ര മോഡേണായിട്ട് എത്ര സിമ്പിളായിട്ട് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ക്യൂർ ഫോർ ഹാർട്ട്, ഇത് മൂപ്പര എഴുതിയ പുസ്തകമാണ്. കാണുന്ന ഒരു ഖുർആൻ പോലെ ഉണ്ട് അല്ലേ? അറബിയിൽ എന്ത് ചെയ്താലും നമുക്ക് ഖുർആനാണോ? ഓക്കെ ഓക്കെ. ഇൻഡസ്ട്രി ഇതോ? പ്രൊട്രാക്ടർ ആട്ടോ ഇത് കാണുന്ന അന്നത്തെ കാലത്ത്.
ഗൈസ് നിങ്ങൾക്ക് ഹിസ്റ്ററി നല്ല താല്പര്യമുള്ള ആളാണ് ഉണ്ടല്ലോ, എന്തായാലും കിവി അല്ല ഉസ്ബെക്കിസ്ഥാൻ എന്തായാലും വരണം. എന്താ പറയുക, സമർഖണ്ഡിൽ വേറെ ഉണ്ട്, തഷ്കന്തിൽ വേറെ ഉണ്ട്, ബുഹാറയിൽ വേറെ ഉണ്ട്, കിവയിൽ വേറെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പിലാണ്. മിസ് ചെയ്യരുത്. ഇത് ആസ്ട്രോളജി, വാന നിരീക്ഷണം ചെയ്യണം. ഇതൊക്കെ വന്ന് കാണണമെങ്കിൽ വന്ന് കണ്ടാൽ പോരാ, ഇതിനെക്കുറിച്ച് അറിയണമല്ലേ. അപ്പം നമ്മളതാ ഇങ്ങോട്ട് വാ മുത്ത് വാ. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുമ്പം എന്തായാലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ യാസിൻ ബോക്സിന് എന്തായാലും കൊടുക്കില്ലേ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, അതായത് നമ്മളിഷ്ടത്തിനല്ല ഒരു നിങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ കൊണ്ടുവന്ന് ഒരു കാണിച്ചു തരും. എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. ഇതാണ് കോൺടാക്ട് നമ്പർ. യാസിൻ ബ്ലോഗ്സിൻ്റെ പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഇവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസാണ് എല്ലാവരും. അപ്പോൾ നല്ല അറിവുണ്ട്. ഇവൻ പ്രത്യേകിച്ച് ഇവനെ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഇവൻ IAS എക്സാമിനും രണ്ടിനും കൂടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ മിണ്ടൂല എന്നുള്ളൂ, തല നിറച്ച് ബുദ്ധിയാണ്. അത് ഇവൻ പറഞ്ഞു തരുന്ന ബുദ്ധിയാണ് ഇവർ രണ്ടാളും പറഞ്ഞു തരുന്നത്. വെറുതെട്ടോ. ബുർഹാൻ ബറൂണി ഒരു മിനറലോളജിസ്റ്റ് കൂടിയാണ്. മിനറോളജി ജിയോളജി എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോൺ ഓരോ കല്ലുകളെ പറ്റി പഠിക്കുന്നത്. അതാണ് എൻ്റെ ഉള്ളിൽ ജിയോളജിസ്റ്റ് കല്ലുകളെ പഠിക്കണേ. എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്യാമിലുണ്ട്, ഓൻ ഇതിൻ്റെ കുറിച്ചാണ് പഠിക്കണത്. സമർഖന്ദിലുള്ളതാ? ഞാൻ കണ്ടിരിക്കുന്നു. നിരീക്ഷണം നടത്തുന്നത് ഓക്കെ 15-ാം നൂറ്റാണ്ടിൽ. നമ്മളിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി ഇംഗ്ലീഷായിട്ട് ഇവിടെ കാണാൻ ഉണ്ടോ? ഇംഗ്ലീഷ് ഉണ്ടോ? നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു രാജാവിൻ്റെ മാത്രം പാലസ് അല്ല, ഒരുപാട് രാജാക്കന്മാരെ ഒരു പാലസ് ആയിരുന്നു ഇത്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഓരോ ആൾക്കാർ ഇവിടെ വരുന്നു, ഈ പാലസിൽ താമസിക്കുന്നു. അങ്ങനെയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര വലിപ്പം തോന്നൂല കേട്ടാ, ഉള്ളിൽ വൻ സെറ്റപ്പ് ആണല്ലോ. ആലോചിച്ചോക്ക്, പണ്ടത്തെ ഒരു സെറ്റപ്പ്. രാജാവ് അവിടെ ഇരിക്കണേ, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അടി ഉണ്ടാക്കിപ്പിക്കണ്. അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്രക്കും സെറ്റപ്പ് ആയിരിക്കണം. ഞാൻ പണ്ടെങ്ങാനും ജനിച്ചാൽ മതി ഒരു രാജാവല്ലായിട്ട്. അല്ല പണ്ട്, ഇനി കുറേ കാലം കഴിയുമ്പോൾ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ കുട്ടികൾ പറയും യാസീനായിട്ട് ജനിച്ചാൽ മതി. എന്നെ ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതാക്കി വെക്കുന്നു കേട്ടോ. യാസീൻ്റെ കഥകൾ കേരളം കത്ത് ഇതെല്ലാം നോക്ക്. ശരി, അത് കണ്ട ഇടിഞ്ഞു പൊട്ടി വീഴുന്ന പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ നൂറ്റാണ്ടുകളെ പഴക്കണ്ട്. ഇത് പക്ഷെ എൻ്റെ ഇടിയിൽ അവിടെ വരെ കുലുങ്ങിയേക്കണേ. ഞാൻ സ്ട്രോങ് ആയോണ്ട. വാതിലുകള് നോക്കിയാ ഒന്ന്. അല്ലാ, നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാം. തിരക്ക് കൂടി, അത് പുറം വശമാണ്. ഇതെന്താണ്, കിണറാ? ഇത് കിണറാട്ടോ. ട്രഡീഷണൽ ഡ്രസ്സുകൾ ഉണ്ടാക്കണ സ്ഥലമാണത്. മ്യൂസിയം. ഓക്കെ. എല്ലാത്തിനും ഒരു സെറ്റപ്പാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാല് അതൊരു ടൈം മെഷീനാണ്. ഓക്കെ. നിങ്ങൾക്ക് ഒരു 100 കൊല്ലോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകോട്ട് സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അത് സത്യമല്ലേ? ചരിത്രങ്ങളും എല്ലാം കാണാം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇത് ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ. ഇത് ഈ ലോക്കൽ ഡ്രസ്സൊന്നും ഇവിടുത്തെ എല്ലാ ഉസ്ബെക്കിസ്ഥാനികൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രാജാക്കന്മാർ, അങ്ങനെ പൈസ കൂടിയ ആൾക്കാർ മാത്രം. ഇത് നമ്മളെ നാട്ടിലില്ലേ ഇതുപോലത്തെ ഒരു ഡ്രസ്സ്? നോക്കിയേ. പണ്ടൊക്കെ രാജാക്കന്മാർക്ക് മാത്രം ഇട്ടിറക്കാൻ പറ്റുന്ന തൊപ്പിയേനു. ഓക്കെ. നമ്മൾ
ഇപ്പം കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജാവിൻ്റെ ബെഡ്റൂം. ഒരു നോർമൽ ബെഡ്റൂം പോലെ ഉണ്ടല്ലേ? അന്ന് ഇത്ര ആയിരിക്കുമല്ലോ സെറ്റപ്പ്. 6-ാം നൂറ്റാണ്ടിൽ ഇത്ര വലിയ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. Where from? ഇന്ത്യ. India. This is harem. 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 Taj Hawli Palace. Harem. Okay. 4 official wives. 40 concubines. 4 official wives. Just 1 king. This One. is bedroom kings. Yes. You know, my grandfather have 4 wives. Same like king. Me too, inshallah. No. My wife. I love you. Sorry. No, only one wife. My wife. One wife Uzbek. Niyat. We students. ഹലോ മേരെ വൈഫ് ഇത് കാണുന്നുണ്ടെങ്കിൽ തമാശക്ക് പറഞ്ഞാണ്, സീരിയസ് ആക്കണ്ട. പടച്ചോനെ. ഇവിടെയാണ് എന്താണ് പറയുക, ഏറ്റവും ദുഃഖിതർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലം. കാരണം കുളം, അടിമച്ചന്ത. ഞങ്ങളിവിടെ കഥ ഉണ്ടാക്കിയേനു. അടിമച്ചന്തയാണ് അതിൻ്റെ ഉള്ളിൽ, ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ പൂത്തിയിടേനു. അപ്പം വന്നിട്ട് കുളമാണിത്. കുളമായി. നമുക്ക് ഇനി ഇത് കുളം തന്നെ ആക്കല്ലേ. നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിത് അടിമച്ചന്തലാക്കി ഒരു സെറ്റപ്പാക്കി എല്ലാം വരുമ്പോൾ വന്നിട്ട് പറഞ്ഞ് ഇത് കുളമാണെന്ന്. അപ്പം ഇനിഇത് കുളമാണ്. കുളം കാണുന്നുണ്ടോ? കുടിക്കാൻ പറ്റുന്ന വെള്ളം. പക്ഷെ ഇതെങ്ങനെ സെറ്റപ്പ് നോക്ക്, അണ്ടർഗ്രൗണ്ടിൽ. അതെന്തുകൊണ്ടാണ്? മഞ്ഞൊക്കെ വെക്കുന്നതുകൊണ്ടാണോ? പൊടിയാവാതിരിക്കാനാണോ? അല്ല, ഈ സീവേജ് വാട്ടർ ഇതാക്കാൻ വേണ്ടിയിട്ട്. കുളം. അല്ല, സ്റ്റെപ്പ് കുറെ ഉണ്ടാ. കുളത്തിന്റെ വലിപ്പൊന്നും കാണണല്ലോ. എവിടെ വെള്ളം? വെള്ളം കാണുന്നുണ്ടോന്നല്ലോ എന്നോട് ചോദിച്ചേ. ഇല്ലല്ലേ, കുളം. ഓ ഓക്കെ. ഇപ്പൊ വെള്ളമൊന്നുമില്ല. ഇവരെന്തിനാ എത്ര സെറ്റപ്പാക്കിയൊക്കെ ഉണ്ടാക്കണേ? അന്നത്തെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കിണർ അല്ല, ടാങ്ക് ആയിരിക്കും ഇത്. ജലസംഭരണി. അതായിരിക്കും ഇത്. എന്തായാലും അടിപൊളി ഇല്ലേ? പണ്ട് നല്ല വെള്ളമുള്ള ഏരിയയൊക്കെ ആയിരിക്കും. ചെറിയൊരു വലിയ കിണർ കുത്തിയായിരിക്കും. ചരിത്രങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും വളച്ചൊടിക്കാലോ. എന്തായാലും ഇതുണ്ടാക്കാൻ തന്നെ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? വൻ സെറ്റപ്പ്. ഇവിടെ എത്ര ഈവനിങ്ങിൽ ഇവിടെ കുറച്ച് നമ്മളെ ഇത് സർക്കസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ നടക്കുന്ന പോലെ തന്നെ ഈ റോപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. കുറച്ച് ഗെയിംസ് എല്ലാം ഉണ്ടാവും. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോ പാർട്ടി നടക്കുക കേട്ടോ. കല്യാണ ചെക്കനും പെണ്ണെല്ലാം അതിലുണ്ട്. ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, വൈബ്. ഇവിടെ നമ്മളെ നാട്ടിൽ പോലെ കുറേ പേരൊന്നും കാണുന്നില്ല, കുറച്ച് പേരെ കാണുള്ളൂ കല്യാണത്തിന്. ഫോറിനേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കേണ്ടിട്ടാ.
നമ്മൾ ഇവിടുത്തെ കറക്കം മതിയാക്കി നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്ക് ഏതെങ്കിലും സിറ്റി കുർഗഞ്ച് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് എനിക്ക് തഷ്കന്തിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട് 3:30. അപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഇത്ര മണി 1 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ എത്ര 2-3-2.5 മണിക്കൂറുള്ളൂ. ഇവിടുന്ന് 1 മണിക്കൂർ കുർഗഞ്ചിൽ എത്തണം. അപ്പോൾ 2 മണിയാകും അവിടെ എത്താൻ. അത് കഴിഞ്ഞിട്ട് വേണം ഫ്ലൈറ്റിൽ കയറിയിട്ട് തഷ്കന്തിൽ എത്താൻ. അപ്പോൾ ടൈറ്റ് ഷെഡ്യൂളാണ്. സോ ഹോപ്പ്ഫുള്ളി നമ്മൾ എയർപോർട്ടിൽ എത്തുമായിരിക്കും. പോയി നോക്കാം. അതാ അടുത്ത കല്യാണ ടീം. കല്യാണ ടീം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത്രയും പേര് കല്യാണം കഴിക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ടേരാ. സൺഡേ ആയതുകൊണ്ടേതാണോ? ഇന്ന് ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഒരു കപ്പിൾസ് അങ്ങോട്ട് ഇറക്കുമ്പോൾ ഒരു കപ്പിൾസ് ഇങ്ങോട്ട്. ഓർക്ക് അത് പൊക്കി ഇറക്കാനുള്ള ആരോഗ്യം ഇല്ല കേട്ടോ. അങ്ങനെ കൊള്ളാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് പോട്ടെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരം വരും. അങ്ങനെ നമ്മൾ കിവ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ടൗണിനോട് ടാറ്റ പറയാണ്. സോ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഏതാ ഇതോ? ഇവിടെ ആളുണ്ടല്ലോ. ഇറങ്ങി പോടാ. ഓനെ ആരും ഇല്ലാന്ന് വിചാരിച്ചല്ലേ? ഡിക്കിൽ ഇരിക്കാനല്ല, ഡിക്കിൽ സാധനം വെക്കാൻ. അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് നേരെ എങ്ങോട്ടായിരുന്നു പോണ്ടേ? ഉറുഗഞ്ച്. മറന്നുപോയി. ഉറുഗഞ്ചിലോട്ടുള്ള യാത്രയാണ്. ഇതാ ഇവിടെ ഷവറിലെ കാറുകൾ മാത്രമേ കാണാറുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് കാർ നമ്മൾ കാണുന്നത്. BYD. സോ ബൈ ബൈ. അങ്ങനെ നമ്മൾ ടാക്സിയിൽ ഇവിടെ വന്നിറങ്ങിയിരിക്കുകയാണ്. സോ ഇതാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടൊക്കെ ഇവിടെ ഒരേപോലെ ഇവിടെ കാണാൻ ഒരുവിധം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഏകദേശം 1 മണിക്കൂറും 50 മിനിറ്റുമാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. എടാ കമ്പനി പേരെന്തായിരുന്നു? സിൽക്കേവിയ. അതായത് ഉസ്ബെക്ക് എയർവേസിൻ്റെ സബ് ബ്രാൻഡാണ് സിൽക്കേവിയ. ഒരു 40 പേരൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞി സീറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിലാണ് പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഇനി ഒരു 50 മിനിറ്റ് കൂടി ഉള്ളൂ ഫ്ലൈറ്റ് എടുക്കാൻ. പോവുക, ബോർഡിംഗ് പാസ് എടുക്കുക, ഗേറ്റ് പോവുക, കയറി പോവുക. പക്ഷെ ഇവരെ മിസ് ചെയ്യുന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ എനിക്കിപ്പോൾ പോകുന്നതിൽ. ഞാനിപ്പോൾ ഇങ്ങനെ ഉറങ്ങുമെന്ന് അല്ലേ? നിങ്ങളൊക്കെ മിസ് ചെയ്തിട്ട് ഫോട്ടോ അത് മതി എനിക്ക്. ഞാൻ 3 ഓരോ ഫോട്ടോ അയച്ചെന്നല്ലേ. അയ്യോ, എന്തായാലും 2 ദിവസം നല്ല ഫണ്ണേനും. ഇങ്ങോട്ട് ഗിവിയിലോട്ട് വന്നതും ഇവിടെ തിരിച്ചു വന്നു. നോർമലി ബസ്സിലാണെങ്കിൽ ഇപ്പം കയറി കഴിഞ്ഞാൽ നാളെ രാവിലെ അവിടെ എത്തുള്ളൂ കേട്ടോ. 18 മണിക്കൂറോ? 18 മണിക്കൂർ ബസ്സിലിരിക്കണം. അപ്പോൾ ഫ്ലൈറ്റ് അത് സുഖമായി. സോ ഉള്ളിൽ കയറി നമുക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഇനിയൊരു അരമണിക്കൂർ കൂടെ ഉള്ളൂ. സോ ബൈ. ഇനി നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി നാട്ടിൽ നിന്ന് തന്നെ അടുത്ത കൊല്ലം വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഡോക്ടറായി ഉണ്ടാവില്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടാവും. അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതും ഡോക്ടറായി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 3 ആളോടും ബൈ ബൈ. എൻ്റെ കൂടെ ഇല്ല അപ്പം നിങ്ങൾ ഇല്ല? ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവർ പഠിക്കുന്ന ബുഹാര. ഇവർ 3 ആളും ബുഹാരയിലാണ്. അതായത് ഈ സമർഖണ്ഡിൻ്റെയും കിവിൻ്റെയും നടുക്ക് വരുന്നൊരു സ്ഥലം. ഓക്കെ, അത് കാണാത്തവർക്ക് യാസിൻ വ്ളോഗ്സ് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഇടുന്നുണ്ടായി. ടാറ്റ. ഇവിടെ എങ്ങനെ ടാറ്റ അറിയാം? സോമലി. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാനുള്ള ഫ്ലൈറ്റാണ്. നമ്മളത് അവിടെ ഒരു കുഞ്ഞ് ഫ്ലൈറ്റിലാട്ടോ കയറി പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുഞ്ഞി ഫ്ലൈറ്റിൽ കയറി പോകാൻ പോണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആവും ഇതിൽ കയറി പോകുമ്പോൾ. ചെറിയ കാറ്റെല്ലാം അടിക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞില്ല 40 പേര് സീറ്റുള്ള ആ കുഞ്ഞി ഫ്ലൈറ്റിലാണ് ഞാൻ പോണത്. ഇതാണ് ഉസ്ബെക്ക് എയർലൈൻസിൻ്റെ വലിയ ഫ്ലൈറ്റ്. ഇത് ഉസ്ബെക്ക് നല്ല രസമുണ്ടല്ലോ. ഉസ്ബെക്ക് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൻ്റെ കളറാണ് പച്ച, വെള്ള, നീല, മഞ്ഞ എല്ലാം ഒരു മിക്സ് ചെയ്ത് ചേർത്തിക്കണം. നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഗൈസ്. ഒരു ഫോണിലൊരു വീഡിയോ എടുത്തേക്കട്ടെ. ഇങ്ങനെയൊക്കെ കിട്ടൂല. നോർമലി ഇങ്ങനെ നടന്ന് കയറാനൊന്നും സമ്മതിക്കാറില്ല. ബസ്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറ്റലൊക്കെയാണ്. പിന്നെന്താ അറിയില്ല, നടന്ന് കയറാനൊക്കെ സമ്മതിക്കുന്നുണ്ട് ഒരു. ഇതാട്ടോ നമ്മൾ കയറാൻ പോകുന്ന സിൽക്കാവിയ എന്ന് പറയുന്ന ഫ്ലൈറ്റ്. കുഞ്ഞി ഫ്ലൈറ്റ്. ടയറെല്ലാം മഞ്ചറായിക്കോ. നോക്കാം, പോയി നോക്കാം. ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ, തഷ്കന്തിൽ വന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ തഷ്കന്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. ഇനി നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യുന്നു, പോകുന്നു. ഇതാട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മളിതാ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ബാഗേജ് അപ്പം തന്നെ കിട്ടി. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ബാഗേജ് അവിടെ റെഡിയാണ്. ഇറങ്ങി ഇതാ പുറത്തെത്തി. അങ്ങോട്ട് പോയ ടാക്സിക്കാരായിട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യട്ടെ. ഞാനിതാ നമ്മളെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. സോ ടയേർഡ്. അപ്പം ഇന്നിനി എങ്ങോട്ടുമില്ല, തഷ്കന്തിലെത്തി. റെസ്റ്റാണ്. ഇനി നാളെ ഉള്ളൂ. സമയം 7 മണിയായി. ഇതാണ് നമ്മളെ ഹോട്ടൽ റൂം. നല്ല സെറ്റപ്പ്, നല്ല അടിപൊളി ഒരു റൂമാണ്. ഒരു സിംഗിൾ ബെഡ് ഉണ്ട്, എല്ലാം കൂടെ ഉണ്ട്. ഇതാ ഹാർട്ട് റോയൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ബാത്റൂം. അപ്പം ഇത്രയാണ് കാര്യങ്ങളുള്ളത്. സോ നല്ലൊരു യാത്രയായിരുന്നു ഇന്ന്. നമ്മളെ പയ്യന്മാരൊക്കെ തിരിച്ച് റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ എവറിത്തിങ് ഇസ് ഫൈൻ. സോ ഈ വീഡിയോ എൻ്റെ അയക്കുകയാണ്. എൻ്റെ അയക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉസ്ബെക്കിസ്ഥാനിലോട്ട് വരണമെങ്കിൽ എന്നല്ല, വരണം ഗായ്സ്. അതായത് നമ്മളൊരു ചെറിയ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക. ചെറിയൊരു എമൗണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓരോരോ രാജ്യം കാണാം. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കസാക്കിസ്ഥാനിലും പോകാം. ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാത്തൊരു രാജ്യമാണ്. ഇവിടെ നിന്ന് ആ ഒരു ട്രിപ്പൊക്കെ അടിച്ച് 2 ട്രിപ്പായിട്ട് നിങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാം. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം അങ്ങോട്ട് വരിക. കാരണം ഇവിടുന്ന് 100 കിലോമീറ്റർ പോയാൽ കസാക്കിസ്ഥാനെത്തും. അത്രയേ ഉള്ളൂ. അത് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് പോകുന്ന ആ ഒരു ദൂരം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സോ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോ ബഡ്ജറ്റിൽ നല്ല കംഫേർട്ടായിട്ട് മലയാളി ഗൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓര് നിങ്ങൾ കറക്റ്റ് നോക്കിക്കോളും. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ. സോ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക, ഉസ്ബെക്കിസ്ഥാനിലോട്ട് വരിക, കറങ്ങുക. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.